മിക്ക ആൾക്കാരും പറയാറുണ്ട് കേട്ടോ എനിക്ക് നല്ല ഡ്രസ്സ് സെലക്ഷനാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരുവിധപ്പെട്ടതൊന്നും അങ്ങനെ കണ്ണിൽ പിടിക്കത്തില്ല, അത്രക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ടോപ്പ്. ഇതിൻ്റെ തന്നെ സെയിം വേറൊരു കളറും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 650 കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് നല്ല ലാഭമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് രണ്ടും എടുത്തത്. ഈ രണ്ട് ടോപ്പിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിൽ ഈ ഒരു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് താനേ ലിങ്ക് റിമൂവ് ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല മഴയത്ത് ഞാൻ ബസ്സിൽ പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല, നാത്തൂൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന ചോദിച്ചാൽ കാര്യമൊന്നുമില്ല, എനിക്കങ്ങനെ പോകാൻ തോന്നുമ്പോൾ ഞാൻ പോകും. അങ്ങനെ ബസ് ഇറങ്ങി അസുവാൻ്റെ ഫേവറേറ്റ് കേക്കൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും അളിയനും അസുവായും കൂടെ ബസ് സ്റ്റോപ്പിൽ എന്നെ വിളിക്കാൻ വന്നായിരുന്നു. എന്നെ കണ്ട ഉടനെ അവൾ ചോദിച്ചത് ഉമ്മ എവിടെ, ഉമ്മാനെ എന്താ കൊണ്ടുവരാഞ്ഞെന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ അവൾക്ക് കേക്ക് കണ്ടാൽ പിന്നെ അപ്പം തന്നെ മുറിക്കണം. പിന്നെ ഞാൻ അവളും കൂടെ അപ്പം തന്നെ മുറിച്ച്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനത്തെ ചോറ് കഴിക്കുകയാണ്, മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ ബീട്രൂട്ട് തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത മീനായതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് തോരനും അച്ചാറും മാത്രം കൂട്ടിയാണ് കഴിച്ചത്. പിന്നെ ഞാനും അസുവായും കൂടെ കളിയും ചിരിയും ബഹളവും. അതിൻ്റെ ഇടയ്ക്ക് അവൾ അല്ലുവിൻ്റെ ഐലൈനർ അടിച്ച് മാറ്റി കണ്ണിൽ എഴുതുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ചൂട് കട്ടനും സമൂസയും കട്ട്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അളിയൻ്റെ വാപ്പായും ഉമ്മായും ആണ് കേട്ടോ. ഇത് അവരുടെ വീട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടാണ്. പിന്നെ കൊച്ചുവിന് സ്കൂളിലേക്ക് കുറച്ചധികം നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്ക് നൈസായിട്ട് അവൻ എൻ്റെ തലക്കോട്ട് വെച്ച് തന്ന് കൈ കിഴക്കുന്നത് വരെ ഞാൻ എഴുതി കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ അസുവ ഓരോ വികൃതികളും കാണിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അസുവാനെ കണ്ടപ്പോൾ എനിക്ക് മറ്റേ ചതിക്കാത്ത ചന്തൂലെ സലീം കുമാറിനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. രാത്രി പിന്നെ നമുക്ക് ഉച്ചക്കൊണ്ടായിരുന്ന അതേ ഫുഡ് തന്നെയായിരുന്നു. ഇവിടെ എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന പതിവൊന്നുമില്ല. ആർക്ക് വിശക്കുന്ന അവരെടുത്ത് ഫുഡ് കഴിക്കും, അങ്ങനെയാണ്. ഡൈനിങ് ടേബിളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ റേറ്റിന് വാങ്ങിച്ചാണ്. ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്തായാലും ഇവിടുത്തെ ഒരു ദിവസം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം.